ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ. ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. വല്യമ്മയുടെ മോനൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഫാൻസി സ്റ്റോർ. അപ്പം മുന്നേ തുടങ്ങിയതാണ്, ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് പോകണം, വല്യമ്മയുടെ വീട്ടിൽ കയറണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പകുതി എത്തി. മേമയുണ്ട് കൂടെ, മേമയും മേമയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എടുക്കണം. അപ്പോൾ മേമയുടെ വീട് എത്താറായി. അപ്പോൾ അവരെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. മേമേനെയും കൂട്ടി വല്യമ്മയുടെ വീട്ടിൽ പോകണം. പിന്നെ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കടയിൽ പോകണം. ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റില്ല, എന്തായിരുന്നു എക്സാമും കാര്യങ്ങളൊക്കെ കാരണം എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അമ്മയ്ക്കും പോകാൻ പറ്റിയില്ല. അപ്പോൾ മേമ പോയിട്ടുണ്ട്. പൊന്നൂസും മിന്നൂസും മേമയുടെ മക്കളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. മേമയുടെ വീട് എത്താറായിട്ടാ. അപ്പോഴാണ് വിചാരിച്ചെന്നാൽ നിർത്തി ഒരു ഇൻട്രോ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മേമയും മക്കളൊക്കെ കയറി. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളായിട്ടോ. രണ്ടാളും മാറി മാറി വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട്. വരുന്ന വഴിക്കൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഈ ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഷോർട്ട് കട്ട് വഴി പോകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, തിരക്കൊന്നുമില്ലല്ലോ, മെയിൻ റോഡിൽ കൂടെ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് ചെയ്താലും സമ്മതിക്കത്തില്ല, അമ്മയ്ക്ക് ഷോർട്ട് കട്ട് വഴി തന്നെ പോകണം. അങ്ങനെ അമ്മയുടെ വാക്കും കേട്ട് ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കുറച്ച് ദൂരം പോയി. കുറച്ച് ദൂരം ചെന്നപ്പം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, ലെഫ്റ്റിലേക്കാണ്, ഞാൻ അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ ഒരു തവണ വന്നാൽ മതി, എനിക്ക് വഴിയൊക്കെ കാണാപ്പാടമാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ആണോ, ഉറപ്പാണോ? അതേന്ന് പറഞ്ഞു. അങ്ങനെ ലെഫ്റ്റിലേക്ക് വണ്ടി എടുത്തതും കുറച്ച് ദൂരം ചെന്നതും പിന്നെ ഞാൻ നോക്കുമ്പോൾ മുന്നിലാകെ പാടം, കുഞ്ഞൊരു വഴി. പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ പുറകിൽ 2 പയ്യന്മാർ വരുന്നുണ്ടായിരുന്നു. അവരാണ് പിന്നെ വണ്ടി റിവേഴ്സ് വരാനും വഴിയൊക്കെ പറഞ്ഞു തന്നത്. ജിയോഗ്രഫിക്കലി റൈറ്റിലേക്കാണ് പോകേണ്ടതെന്നൊരു ബോധം എനിക്ക് വന്നില്ല. പക്ഷെ ആകെ ഒന്ന് കുറച്ച് നേരം വിഷമിച്ചു കേട്ടോ. ആ പയ്യന്മാർ വന്നുകൊണ്ടാണ് വഴിയൊക്കെ പറഞ്ഞു തന്ന്. പിന്നെ വണ്ടി റിവേഴ്സ് വരാനൊക്കെ അവരാണ് പറഞ്ഞു തന്നത്. ഞാൻ കുറച്ചൊന്നുകൂടെ കഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിതാ വല്യമ്മയുടെ വീടിൻ്റെ അവിടെ എത്തി. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ താക്കോലിട്ട് കറക്കിയത്. വല്യമ്മയുടെ വീടിൻ്റെ അങ്ങോട്ട് വണ്ടി പോവില്ല. അപ്പോൾ അടുത്തൊരു വീട്ടിലാണ് നമ്മൾ ഇടാറ്. അപ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ആ ഒരു വീട്ടിലാണ് വണ്ടി ഇടാറ്. നേരെ കാണുന്നതാണ് വല്യമ്മയുടെ വീട്. അതിൻ്റെ ഇപ്പുറത്തുള്ളത് വല്യച്ഛൻ്റെ അമ്മായിയുടെ വീടാണ്. അവിടെ വല്യച്ഛൻ നിൽപ്പുണ്ട്. ഇത് വല്യമ്മയുടെ മൂത്ത മോനാണ് കേട്ടോ, ശ്രീതേട്ടൻ. ചേട്ടൻ ജിമ്മിൽ ട്രെയിനറായിട്ട് പോകണം. അപ്പം രാവിലെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷവും പോയാൽ മതി. ഞാൻ വിചാരിച്ചു പണിയെന്ന്. വല്യമ്മ ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് ചിക്കൻ അല്ലേ ഞങ്ങളുടെ വീട്ടിൽ. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റ്, രക്ഷയില്ലാത്ത കാറ്റാണ്. ഇത് വല്യമ്മയുടെ 2ാമത്തെ മോനാണ് കേട്ടോ, ശ്രീലാല്. എല്ലാവരും പാചകപ്പണിയിലാണ്. ഇത് വല്യമ്മ, വല്യച്ഛൻ. വല്യമ്മ ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഭയങ്കര കാറ്റാണ് അവിടെ. ഉമ്മർത്തൊക്കെ കസേരയൊക്കെ പറന്നു. അതിലുള്ള കാറ്റായിരുന്നു അവിടെ. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന് നിന്നിട്ടുള്ളതൊക്കെ വല്യമ്മയുടെ വീട്ടിലാണ്. വല്യമ്മയുടെ കൃഷി അടിപൊളി സ്ഥലമാണ്. അവിടുത്തെ മെയിൻ കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അപ്പോൾ ഉഷ്ണമേ അറിയത്തില്ല അവിടെ. അവിടെ ഇരിക്കാനുള്ള സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാരും അവരുടെ ഫ്രണ്ട്സൊക്കെ ചെയ്തതാണ്. നല്ല രസമാണ് അവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ വെള്ളം കയറുന്നു കേട്ടോ. വെള്ളം കയറുന്ന സമയത്ത്, മഴ സമയത്തൊക്കെ ഇവിടെ ഫുൾ മൂടും കേട്ടോ, വെള്ളം കയറി. കയറ് പൊട്ടിച്ച് വരുമോ? അങ്ങനെ കുറച്ചേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട്. പിന്നെ വല്യമ്മയുടെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ചീരയും വെണ്ടയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് വല്യമ്മയ്ക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടവിടെ നിന്നു. മുമ്പ് അവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാനൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കും പാകണം.
ഒരു വിത്ത് കിട്ടിയിട്ടുണ്ട്, പാകണം എന്ന് പറയാം. അതിനാണെങ്കിൽ ചുമ പിടിച്ച് പിന്നെ അവർ ആ കുഴിയൊക്കെ എടുക്കാൻ വന്നപ്പോൾ ആകെ മൂട് പോയി, വിത്തൊക്കെ കുളമായി. പക്ഷെ ശരിയായി. പാവം വല്യമ്മയുടെ പാചകപ്പണിയാണ് കേട്ടോ. വല്യമ്മയും പിന്നെ വല്യമ്മയുടെ ഇളയ മോന് ശ്രീലാലും കൂടിയാണ് പാചകമൊക്കെ. ഞങ്ങളിവിടെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുക. വന്നപ്പോൾ തൊട്ട് നോക്കി നിൽക്കുമെന്നല്ലോ അവർ. ഈ ഒരു വീഡിയോ കുറേ മുന്നത്തെയാണ്. ഞാനും അമ്മയും കൂടി ഗുരുവായൂർ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുരുവായൂർ പോകുന്നതിന് 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ വന്നത്. അപ്പോൾ ഞാനത് പല സാങ്കേതിക കാരണങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. വല്യമ്മയുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ എനിക്കൊരു കാര്യം ഓർമ്മ വരും. ഞാൻ പണ്ട് ഇവിടെ നിൽക്കാൻ വന്നിരുന്നത് ഞങ്ങൾ കായംകുളത്ത് താമസിക്കുമ്പോഴായിരുന്നു. അപ്പോൾ കായംകുളത്തു നിന്നാണ് ഞാൻ വല്യമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു രസകരമായൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം കേട്ടോ. വമ്പൻ കോമഡിയാണ്, എൻ്റെ ഒരു മഹാമണ്ടത്തരമാണ്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു വന്നതിന് ശേഷം ഞങ്ങളിതാ കാപ്പി കുടിക്കുമായിരുന്നു. അങ്ങനെ അടിപൊളി ചായയും വല്യമ്മയുടെ സ്പെഷ്യൽ പൂരംപൊടിയൊക്കെ കഴിച്ച് വല്യമ്മോട് കത്തി വയ്ക്കാൻ കേട്ടോ അമ്മയും മേമയും വന്നിട്ട്. ഞങ്ങൾ വന്നതേ ഒരു 8ൻ്റെ പണിയാണ്. എന്നിട്ട് വല്യമ്മയെ പണിയെടുക്കാനും സമ്മതിക്കുന്നില്ല കത്തി വെച്ചിട്ട്. കൊടുക്ക് മേമയുടെ ആഗ്രഹം. എന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണോ കാണിക്കുന്നത്, ഇതൊക്കെയാണോ ചാനലിൽ ഇടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങളവിടെ ചെല്ലുന്നതിന് 2 ദിവസം മുന്നേ അവിടെ തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പൊങ്ങെന്ന് പറഞ്ഞ സാധനമില്ലേ, അത് കഴിക്കായിരുന്നു. മേമയ്ക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇനി ഊണ് കഴിക്കാൻ പോകാൻ നേരത്താണോ ഇതൊക്കെ കഴിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെല്ലിശനെ കഴിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ വെല്ലിശന് പിന്നെ മതി എന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കറി ശ്രീലാലിൻ്റെ വകയും ഫ്രൈഡ് റൈസ് വല്യമ്മയുടെ വകയായിരുന്നു. വല്യമ്മ ഈ അടുത്തിടെ കാറ്ററിങ്ങിനകത്തൊരു കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ പഠിച്ചു. അപ്പോൾ അതിലൊന്നാണ് ഈ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് വല്യമ്മ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഒന്നും നോക്കില്ല, നല്ല പോളിംഗ് ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ വല്യമ്മയുടെ ഫ്രൈഡ് റൈസ്, അടിപൊളിയായിരുന്നു. എനിക്ക് ഈ അരിയൊക്കെ കുറച്ച് വെന്ത് ഇരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പാകത്തിനുള്ള വേവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡടി കഴിഞ്ഞ് ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇവിടെ വന്നിരുന്നു. ശരിക്കും ഇങ്ങോട്ട് വന്നത് ഒരു ഡാൻസ് വീഡിയോ ചെയ്യാനായിരുന്നു. പക്ഷേ ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്, ഡ്രസ്സൊക്കെ പല വഴിക്ക് പോകണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ പദ്ധതി അങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങളിതാ ഇറങ്ങാറായി. അപ്പോൾ വല്യമ്മ കുറേ ഏതാണ്ടൊക്കെ തയ്യും സാധനങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. പച്ചക്കറിയുടെയും ചെടികളുടെയൊക്കെ വിത്തും തയ്യൊക്കെ തരുന്നുണ്ടായിരുന്നു. എന്ത് ചെടിയാ? പ്രത്യേകതരാണോ, സാധാ അല്ല? ചേട്ടാ ടാറ്റ. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. ഇവർ 3 പേരാണ് കേട്ടോ. വല്യമ്മയ്ക്ക് 3 ആൺമക്കളാണ്, ശ്രീജിത്ത്, ശ്രീലാല്, ശ്രീജേഷ്. അപ്പോൾ ഇളയ ആൾ ശ്രീജേഷ് ഗൾഫിലാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന അടുത്ത് തന്നെ വല്യമ്മയ്ക്ക് വേറൊരു സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനായിട്ട് പോകുമായിരുന്നു. വല്യമ്മയ്ക്കും മേമയ്ക്കൊക്കെ കൃഷി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് മടിയാണ്. അപ്പോൾ ഞാനും അച്ഛനൊക്കെ കളിയാക്കും. ഞാനും അച്ഛനൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുത്ത അമ്മ ഹാപ്പിയാണ്. ഞങ്ങളോട് ഇങ്ങനെ പറയും അത് നട്, ഇത് നട്, അത് വെക്ക്, ഇത് വെക്കുന്നൊക്കെ. പക്ഷെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഈ കൃഷിപ്പണിയൊക്കെ കുറച്ച് മടിയാണ്. അപ്പോൾ ആദ്യമൊന്നും അമ്മ സമ്മതിച്ചു തരത്തില്ല. പിന്നെ അമ്മ അവസാനം പറയും എനിക്ക് ഈ വക പണിയൊക്കെ മടിയെന്ന് പറയും അമ്മ.
ഇവിടെ പിന്നെ കൂടുതൽ വല്യമ്മനെ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടനാട്ടോ, ശ്രീതേട്ടൻ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ. മയിലൂരിവിടെ അടിപൊളി. എന്നാ പിന്നെ മക്കളൊക്കെ ഇറങ്ങണ ചേരൊന്നും ഇവിടെ ഉണ്ടായില്ലേ? വെണ്ട, പയറ്, വഴുതന എന്തൊക്കെയൊക്കെയോ ഉണ്ട്. വല്യമ്മ ഓരോന്നും കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മാം എന്തൊക്കെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നും ചോദിച്ചൊക്കെ ഓരോന്നൊക്കെ മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയാണ് കേട്ടോ ഇത്. ചെങ്കതലിയാണ് കേട്ടോ. വല്യമ്മ പ്രത്യേകം വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് വല്യമ്മയുടെ രണ്ടാമത്തെ മോനൊരു ഫാൻസി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോവാണ്. മേമ വന്നിട്ടുണ്ടായിരുന്നു. മേമയുടെ മക്കളും പിന്നെ ഞാനും അമ്മയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ അവിടെ എത്തി. എന്നെ കളിയാക്കാൻ കേട്ടോ, യൂട്യൂബ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നതിനൊക്കെ പറ്റി എന്നെ കളിയാക്കാണ് എല്ലാവരും. അവള് ചുമ്മാ പറഞ്ഞതാ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. കമ്മൽ, നെയിൽ പോളിഷ്, പിന്നെ മോയ്സ്ചറൈസർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. അമ്മ എല്ലാവരെ കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ, അവിടെ കടയിലുള്ളവരെ കൊണ്ടൊക്കെ. അപ്പോൾ എല്ലാവരും കളിയാക്കുകയാണ്. ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പ് വരുന്നത് വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വടക്കേക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ജംഗ്ഷനിൽ തന്നെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. അപ്പോൾ അടിപൊളിയാണ്. ഒരുവിധപ്പെട്ട എല്ലാവിധ കോസ്മെറ്റിക് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ വടക്കേക്കാട് വരുന്നവരൊക്കെ ഈ ഒരു ഷോപ്പിൽ വരണം, പർച്ചേസ് ചെയ്യണം. ഷോപ്പിൻ്റെ പേര് റോസ് കോസ്മെറ്റിക്സ് എന്നാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടോ, ലേഡീസിന് ആവശ്യമായ എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളും ഉണ്ട്. പിന്നെ ആ കസേര ഇരിക്കുന്ന ആളില്ലേ, അവൻ്റെ പേരാണ് അപ്പു. ഞാൻ പണ്ട് വല്യമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വരുമ്പോഴൊക്കെ എൻ്റെ കമ്പനിയായിരുന്നു കേട്ടോ. അങ്ങനെ ആ കടയൊക്കെ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി, കാരണം മേമേനെ മക്കളെയൊക്കെ വീട്ടിലാക്കണമായിരുന്നു. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലോട്ട് വരാൻ. പിന്നെ നല്ല ടയേർഡായി. ഇന്ന് ഭയങ്കര യാത്രയായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ്, വൈകുന്നേരം ആവാറായി. അങ്ങനെ ആ മേമയുടെ വീട്ടിലെത്തി. രാവിലത്തെ ആ വഴിതെറ്റിലായിരുന്നു ഭയങ്കരമായിട്ട് ക്ഷീണിപ്പിച്ചത്. കുറച്ചധികം പണിപ്പെട്ടു കേട്ടോ അവിടെ. പിന്നെ വാങ്ങിച്ച കമ്മലൊക്കെ ഞങ്ങൾ ഇട്ട് നോക്കി. ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ എടുത്തത്. അടിപൊളിയായിരുന്നു കേട്ടോ, സിമ്പിൾ. പാൽച്ചായ കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അമ്മ പോയിട്ട് 2 കവർ പാലൊക്കെ വാങ്ങിയിട്ട് വന്നു. പക്ഷെ 2 കവറും ചീത്തയായിപ്പോയി. പിന്നെ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ വീടും മേമയുടെ വീടൊക്കെ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.